വാങ്കഡയിലെ T20 ലോകകപ്പ് സെമി പോരാട്ടത്തിന് ടോസ് വീഴും വരെ സഞ്ജു സാംസണിന് നരകതുല്യമായ റെക്കോർഡായിരുന്നു ഇംഗ്ലണ്ട് പേസർ ജോഫ്ര ആർച്ചറിനോട്. സഞ്ജുവിന്റെ ഷോർട്ട് ബോൾ ദൗർബല്യം ആദ്യമായി എക്സ്പോസ് ചെയ്തതും 2025 തുടക്കത്തിൽ ആർച്ചർ ആയിരുന്നു. പിന്നീട് ആ വർഷം അത്ര സുഖകരമല്ലാത്ത സീസൺ ആയിരുന്നു സഞ്ജുവിന്. ഓപ്പണർ സ്ഥാനം പോയതും സ്ഥാനങ്ങൾ തട്ടിക്കളിച്ചതും ടീമിൽ നിന്ന് പുറത്തായതുമെല്ലാം അതിന് പിന്നാലെയാണ്. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ 5 തവണയാണ് ഇതിനു മുൻപ് സഞ്ജു ആർച്ചർ കൂടിക്കാഴ്ചയുണ്ടാകുന്നത്. ആകെ നേരിട്ടത് 23 പന്തുകൾ, നേടാനായത് 25 റൺസ്. അതിൽ 3 തവണയും വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി. അതുകൊണ്ട് തന്നെ വിൻഡീസിനെതിരെ തല്ലി തകർത്ത ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് സെമി ബെർത്ത് നൽകിയിട്ടും സഞ്ജു ഇംഗ്ലണ്ടിനെതിരെ നന്നായി തുടങ്ങുമെന്ന വിശ്വാസം പലർക്കുമില്ലായിരുന്നു. മുൻ താരങ്ങളും ക്രിക്കറ്റ് പണ്ഡിറ്റുകളുമെല്ലാം സഞ്ജുവിന് മുന്നിൽ മുന്നറിയിപ്പുകൾ നൽകി. ആർച്ചറെ നേരിടാൻ പേടിയാണെങ്കിൽ അഭിഷേക് ശർമ്മക്ക് സ്ട്രൈക്ക് നൽകി മാറി നിൽക്കൂ എന്നായിരുന്നു പൂജാരയുടെ ഉപദേശം. ഇതെല്ലാം കണ്ട് ആർച്ചറിനെ തന്നെ ആദ്യ ഓവർ എറിയാൻ ഏൽപ്പിച്ച ഹാരി ബ്രൂക്കിന് തെറ്റി. മുന്നറിയിപ്പുകളെയെല്ലാം ഉപദേശങ്ങളെയെല്ലാം ബാറ്റിൽ ചുരുട്ടിയെടുത്ത് സഞ്ജു ആർച്ചറിനെ ഗാലറിയിലേക്ക് പറത്തിക്കൊണ്ടിരുന്നു. 4 സിക്സറും 3 ഫോറുകളും ആർച്ചറിന്റെ 145+ പന്തുകളിൽ നിന്ന് പിറന്നു. അതിനിടയിൽ അഭിഷേക് കൂടാരം കയറിയതുപോലും ആരും കണ്ടില്ല. സ്ലോവർ ബോളും ഷോർട്ട് ബോളും ഒക്കെയായി പല തന്ത്രങ്ങളും ആർച്ചർ ഉപയോഗിച്ചു നോക്കിയെങ്കിലും അതെല്ലാം 6ഉം 4ഉം മടക്കാക്കി സഞ്ജു തിരിച്ചു കൊടുത്തു. 42 പന്തിൽ 7 സിക്സറും 8 ഫോറുകളും അടക്കം 89 റൺസ് നേടിയാണ് സഞ്ജു മടങ്ങിയത്. നോക്കൌട്ട് റൗണ്ടിൽ ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും വലിയ സ്കോർ എന്ന വിരാട് കോഹ്ലിയുടെ റെക്കോർഡിന് ഒപ്പമാണ് സഞ്ജു എത്തിയത്. ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പറുടെ ഏറ്റവും വലിയ സ്കോറും ഇത് തന്നെ. വെറും 4 മത്സരങ്ങളിൽ നിന്ന് 16 സിക്സറുകൾ പറത്തിയും താരം റെക്കോർഡിട്ടു. 2024 T20 ലോകകപ്പിൽ 15 സിക്സറുകൾ പറത്തിയ മുൻ നായകൻ രോഹിത് ശർമ്മയുടെ റെക്കോർഡാണ് സഞ്ജു മറികടന്നത്. വെറും 4 ഇന്നിംഗ്സിൽ 77 ആവറേജിലും 201 സ്ട്രൈക്ക് റേറ്റിലും അടിച്ച 232 റൺസ് സഞ്ജുവിനെ ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ ലിസ്റ്റിൽ ആദ്യ 10 എത്തിച്ചിട്ടുണ്ട്. എല്ലാവരും 8 മത്സരം വരെ കളിച്ചിടത്താണ് ഇതെന്നും ഓർക്കണം. ഒരു ഓവർ ശ്രദ്ധിച്ച് കളിച്ചാൽ പോലും സെഞ്ചുറി നേട്ടത്തിലേക്ക് എത്താമായിരുന്നിട്ടും മൈൽ സ്റ്റോൺ നോക്കാതെ ടീം സ്കോർ ഉയർത്താൻ നോക്കിയാണ് സഞ്ജു ഔട്ടായത്. വാങ്കഡയെ പൂരപ്പറമ്പാക്കിയ ഇന്നിംഗ്സിന് ഗാലറിയിൽ കൈകൊട്ടാൻ രോഹിത് ശർമ്മയും മഹേന്ദ്ര സിംഗ് ധോണിയും എല്ലാം ഉണ്ടായിരുന്നു. രോഹിത് ശർമ്മ കാത്തിരിക്കാൻ പറഞ്ഞ ആ ഇന്നിംഗ്സിന് അദ്ദേഹം തന്നെ സാക്ഷിയായി. കഴിഞ്ഞ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ പുറത്താകാതെ നേടിയ 97 റൺസും ഇന്നത്തെ 89 റൺസും നോക്കിയാൽ സഞ്ജുവിന്റെ കരിയർ ഗ്രാഫ് ഇപ്പോൾ എങ്ങോട്ടാണെന്ന് വ്യക്തമാണ്. ഒരു കാലത്ത് ടീമിൽ വരികയും പോവുകയും ചെയ്തിരുന്ന സഞ്ജുവിൽ നിന്നും ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ മാച്ച് വിന്നറിലേക്കുള്ള ഷിഫ്റ്റ് കാണാൻ കഴിയുന്നത് ശരിക്കും സന്തോഷം തരുന്ന ഒന്ന് തന്നെയാണ്. സഞ്ജു തിരികൊളുത്തിയ വെടിക്കെട്ടിന്റെ പൂർത്തീകരണമാണ് ബാക്കിയുള്ളവർ ഇന്ന് നടത്തിയത്. ഇഷാൻ കിഷൻ 18 പന്തിൽ 2 സിക്സറും 4 ഫോറുകളും അടക്കം 39 റൺസ് നേടിയപ്പോൾ ശിവം ദുബെ 25 പന്തിൽ 4 സിക്സറും 1 ഫോറും അടക്കം 43 റൺസ് നേടി. സൂര്യകുമാർ യാദവ് 6 പന്തിൽ 11 റൺസും ഹർദിക് 12 പന്തിൽ 27 റൺസും തിലക് 7 പന്തിൽ 21 റൺസും നേടി. 9 റൺസ് മാത്രം എടുത്ത അഭിഷേക് മാത്രമാണ് തിളങ്ങാതിരുന്നത്. അങ്ങനെ ഇംഗ്ലണ്ടിന് മുന്നിൽ 254 റൺസ് ലക്ഷ്യം വെച്ച ഇന്ത്യക്ക് പക്ഷേ കടുത്ത പോരാട്ടം പ്രതിരോധിക്കേണ്ടി വന്നു. 22-കാരൻ ജേക്കബ് ബെത്തൽ ഇന്ത്യൻ ബോളർമാർക്ക് മേൽ കൊടുങ്കാറ്റ് പോലെ വീശി അടിച്ചപ്പോൾ കടപുഴകാതെ പോയത് ജസ്പ്രീത് ബുംറ മാത്രമാണ്. വെറും 48 പന്തിൽ 7 സിക്സറും 8 ഫോറുകളും അടക്കം 105 റൺസ് നേടിയ ബെത്തലിന് നൽകാം ഒരു ബിഗ് സല്യൂട്ട്. ഇന്ത്യക്ക് എഡ്ജ് തിരിച്ചു നൽകിയ ബുംറയുടെ 18ാം ഓവറും അക്സർ ഫീൽഡിൽ പറന്നു പിടിച്ച ക്യാച്ചുകളും കൂടിയാണ് ഇന്ത്യയെ കലാശപ്പോരിലെത്തിച്ചത്. ഇനി മാർച്ച് 8 അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ടൂർണമെന്റിൽ അപരാജിതരും ഇന്ത്യയെ തോൽപ്പിക്കുക കൂടി ചെയ്ത ദക്ഷിണാഫ്രിക്കയെ തറ പറ്റിച്ചെത്തിയ ന്യൂസിലാൻഡിനെ നേരിടുമ്പോൾ 2023 ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഓസീസിനോട് അതേ ഗ്രൗണ്ടിൽ വീണ കണ്ണീരിനു കൂടി ഇന്ത്യക്ക് പ്രായശ്ചിത്തം ചെയ്യാനുണ്ട്.